നമസ്കാരം. ഈ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വിനോദ വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. Don is basically an indoor person. He's not very fond of traveling. Something is not. സോനാക്ഷി സിൻഹ നായികയായി എത്തുന്ന 100ന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ചിത്രത്തിൽ സോനാക്ഷി എത്തുന്നത് മാധ്യമപ്രവർത്തകയായി. ചിത്രത്തിന്റെ ഇതിവൃത്തം പാക് എഴുത്തുകാരി സബ ഇംതിയാസിന്റെ കറാച്ചി യു ആർ കില്ലിംഗ് മീ എന്ന നോവൽ. ചിത്രം ഏപ്രിൽ 21 തിയേറ്ററുകളിൽ. ഒപ്പത്തിന് ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകൻ. ഇരുവരും ഒന്നിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. അവസാനം ഈ കൂട്ടുകെട്ടിൽ പിറന്നത് മേഘം. ഈ റിപ്പോർട്ട് വിശദമായി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ടേക്ക് ഓഫിന്റെ റിലീസിംഗ് തീയതി തീരുമാനിച്ചു. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും പാർവതിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ഈ മാസം 24-നായിരിക്കും തിയേറ്ററുകളിലെത്തുക. ചിത്രത്തിന്റെ ട്രെയിലർ സമൂഹമാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. സോനാക്ഷി സിൻഹ നായികയായി എത്തുന്ന 100 എന്ന ചിത്രത്തിന് പുരസ്കാര നിറവിൽ മാൻഹോൾ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. കോഴിക്കോട് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വിധു വിൻസെന്റിന്റെ മാൻഹോൾ പ്രദർശിപ്പിച്ചപ്പോൾ നിറകയ്യടിയോടെയാണ് പ്രേക്ഷകർ വരവേറ്റത്. സമൂഹത്തിലെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നുകാട്ടിയ മാൻഹോൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന് ഒരു മികച്ച സംവിധായികയാണ് ലഭിച്ചത്. അതുകൊണ്ടുതന്നെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവത്തിന് മാറ്റുകൂടി. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മാൻഹോൾ പ്രദർശനത്തിനെത്തിയപ്പോൾ പ്രേക്ഷക പ്രീതിയേറെ. എനിക്ക് പണി വേണ്ട ചിറ്റപ്പ. എന്റെ മോളെ പഠിച്ചാ മതി. അവളെ മജിസ്ട്രേറ്റ് ആക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പെടാപ്പാട് മൊത്തം പറഞ്ഞു. നീ പഠിച്ച് വലിയ മജിസ്ട്രേറ്റ് ആകാൻ പോകുന്ന അച്ഛൻ നാട്ടിൽ മൊത്തം പറഞ്ഞ് നടക്കുകയാണല്ലോ. അവാർഡിന്റെ നിറവിലും വിധു വിൻസെന്റിന്റെ സജീവ സാന്നിധ്യം മേളയിലെ ചലച്ചിത്രാസ്വാദകരിൽ ആവേശം പകർന്നു. വനിതാ ചലച്ചിത്രോത്സവത്തിലെ മുഖ്യ സംഘാടക കൂടിയാണ് വിധു വിൻസെന്റ്. മാൻഹോളിന് പുറമെ 6 ചിത്രങ്ങളും ഇന്ന് മേളയിൽ പ്രദർശനത്തിനെത്തി. ലിൻഷ പി.കെ, റിപ്പോർട്ടർ, കോഴിക്കോട്. ഒരു മലയാളം കളർ പടത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടു. അജിത് നമ്പ്യാർ കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് മലയാളം കളർ പടം. ഏത് പണിക്ക് ഇത്ര റിസ്ക് ഒക്കെ കാണും. വെറുതെ ഇരിക്കുന്നിടത്താരും കാശൊന്നും കൊണ്ടു തരില്ല. നീ സമയം കളയാതെ കേറിക്കോ. പഴയ കഥ പറയാനും കേൾക്കാനൊന്നുമല്ല ഞാൻ അണ്ണൻ കൂടെ വേണമെന്ന് പറയാൻ. പുതിയ ആളല്ലേ? സിനിമാ നിർമ്മാണ മേഖലയിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയായ ഡിജിറ്റൽ ഇന്റർമീഡിയറ്റിന്റെ ബേസ് ലൈറ്റ് കളർ ഗ്രേഡിംഗ് എന്ന ടെക്നോളജി ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്നും പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രമാണ് ഒരു മലയാളം കളർപ്പടം. പുതുമുഖം മനുഭദ്രൻ, പഴയകാല നടൻ ജോസ്, അഞ്ജലി ഉപാസന എന്നിവരും ശില്പ, ജോസ് മുരുകൻ, രജിത, ടീന, ലിൻസ് തോമസ്, യുവൻ ജോൺ തുടങ്ങിയവരുമാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. കഥയിലെ ഒരുപാട് ട്വിസ്റ്റുകളും സർപ്രൈസുകളും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മുരളീധരൻ പട്ടനാരും അനിൽ പൊന്നാടനുമാണ് ഗാനരചന നിർവഹിക്കുന്നത്. ഉദയ് രാമചന്ദ്രനും നിത്യ ബാലഗോപാലുമാണ് ഗായകർ. ഛായാഗ്രഹണം ടി.ഡി. ശ്രീനിവാസനും മിങ്കിൾ മോഹനും. ചിത്രസംവേദനം നിർവഹിച്ചിരിക്കുന്നത് ഹരി രാജക്കാടാണ്. ഭീമ പ്രൊഡക്ഷന്റെ ബാനറിൽ സഞ്ജു എസ് സാഹിബാണ് ഒരു മലയാളം കളർപ്പടം നിർമ്മിച്ചിരിക്കുന്നത്. പേര് പറഞ്ഞില്ല. ഇനി അകത്തൊരു പൂരത്തിനുള്ള ആൾക്കാർ കാണും. എന്റർടൈൻമെന്റ് റിപ്പോർട്ടർ. വ്യാസൻ കെ പി സംവിധാനം ചെയ്യുന്ന അയാൾ ജീവിച്ചിരിപ്പുണ്ട് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. മണികണ്ഠനാചാരിയും വിജയ് ബാബുവാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സൗഹൃദത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ മറാത്തി നടി നമ്രത ഗേഗ്വാളാണ് നായിക. കേരളത്തിലെത്തിയപ്പോൾ ഏത് ഭാഷയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യത്തോടെയുള്ള ചിത്രത്തിന്റെ ആദ്യ ടീസർ തന്നെ ജനശ്രദ്ധ നേടിയിരുന്നു. പോർച്ചുഗീസ് ആണെന്ന് എല്ലാവരും ആവർത്തിച്ചു പറയുമ്പോഴും അത് ഇവിടെ വന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകും എന്ന മറുചോദ്യവും സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു. അത്യപൂർവമായ ചോദ്യവുമായി എത്തിയ ആദ്യ ടീസറിൽ മണികണ്ഠനായിരുന്നു താരം. കാഴ്ചക്ക് കേരളം പോലെ ഉണ്ടെങ്കിലും ഗോവയും ഗോവക്കാരൊക്കെ വേറെ. കഥ ആരോ ഈ യാത്രയെങ്ങോ ഏതോ തീരം തിരഞ്ഞോ ആകാശ വഴിയോര മന്യോന്യം അറിയാതെ കൈകോർത്ത് പോകും ഇവരാരോ. മിന്നാമിനും തോളോടു തോൾ ചേർന്നു മിന്നുന്ന താരമിവനാരു. മറാത്തി നായിക നമ്രത ഗേക്വാദാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. കിഷോർ സത്യ, സുധീർ കരമന,
ഹരീഷ് പേരടി, ദിവിഷ് മണി, തെസ്നിഖാൻ, ഐഷ റാണി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൊച്ചി, ഗോവ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. 44 ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിലെത്തും. ഈ സ്വന്തം ബന്ധത്തിലൊന്നും ഒരു കാര്യമില്ല സാറേ. ഒന്നും പ്രതീക്ഷിക്കാതെ ചങ്ക് പറിച്ചെന്ന് നമുക്കൊപ്പം നിൽക്കണ കൂട്ടുകാരുണ്ടല്ലോ സാറേ, അവരാണ് സത്യം. സാറിനെ പോലെ. എന്റർടൈൻമെന്റ് റിപ്പോർട്ടർ. ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച വിജയ് ബാബുവാണ് ഇന്ന് ഈ റിപ്പോർട്ടിൽ ആദ്യമായിത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ താങ്കൾ വേറൊരു സന്തോഷത്തിലും കൂടിയാണ്. താങ്കൾ നിർമ്മിച്ച അങ്കമാലി ഡയറീസ് വൻ മെഗാ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ തോന്നുന്നു അതിൻ്റെ? നല്ല മൂഡല്ലേ. അതായത് 86 പുതുമുകൾ വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അത് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു ഇരട്ടി മധുരമാണ് നമുക്ക് തന്നെ. നമുക്ക് സൂപ്പർ സ്റ്റാർസിനെ വെച്ചും ആക്ടേഴ്സിനെ വെച്ചും ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സേഫ് സൈഡാണ്, ഇനിഷ്യൽ ഉണ്ടാവും. പക്ഷേ ഇതിന് ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം, ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ലൈക്ക് എ ഫെദർ ഇൻ ദ ക്യാപ്പ്. ബിക്കോസ് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തു. അപ്പോൾ കണ്ടന്റ് ഇസ് കിങ് എന്ന് ഒന്നും കൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, താങ്കൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിക്ക സിനിമകളും ഒരു പരീക്ഷണ ചിത്രമാണ്, ഒരു പുതിയ സംഭവം മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെപ്പോഴും ധൈര്യം കാണിക്കുന്നത് താങ്കൾ അല്ല. എപ്പോഴും നമ്മൾ ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഞങ്ങളുടെ സിനിമകൾ എന്ന് എപ്പോഴും ഒരു തീരുമാനം എടുത്ത് പോകാറുണ്ട്. എന്തോ അത് നമ്മളിപ്പം അങ്കമാലി ഡയറീസ് കഴിഞ്ഞ് കേൾക്കുന്ന കഥകളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സിനിമ അതിൽ നിന്നും വ്യത്യാസമുള്ളതായിരിക്കും. ഒരുപാട് കഥകൾ കേട്ടിട്ടാണ് ഒരു സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള നിലയ്ക്ക് സ്ക്രിപ്റ്റിംഗ് മുതൽ സിനിമയുടെ എല്ലാ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഒരു കമ്പനിയായി രൂപീകരിച്ചത് തുടക്കം താങ്കളിൽ നിന്നാണെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി. ഫ്രൈഡേ ഫിലിംസ് അത് നമ്മൾ ബിക്കോസ് അത്യാവശ്യം മീഡിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്, പിന്നെ സിനിമ ഞങ്ങൾ ചെയ്യുന്നത് ഒരു മണി മേക്കിംഗ് മാത്രമല്ല, അതൊരു പാഷനാണ്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇത്ര ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങുമ്പോൾ ഒരുമിച്ചിരുന്ന് കാണുന്നു, ജനങ്ങൾ എടുത്തു, അങ്ങനെ ഒരു സംഭവമല്ല. പക്ഷേ താങ്കളുടെ പ്രൊഡക്ഷൻ കമ്പനി എടുത്തിട്ടുള്ള സിനിമകളെല്ലാം ഒരുതരം കൊമേഴ്സ്യൽ ഭാഗ്യം, ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സമാന്തര സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇസ് ഫസ്റ്റ്. അപ്പം അങ്ങനെ ഒരു ഇതും വന്നില്ല. പിന്നെ അത് ഒരു കമേഴ്ഷ്യൽ വൈബിലിറ്റി ഉള്ള ഒരു തന്നെ. അപ്പോൾ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ലൈക്ക് ഒരുപാട് ഫണ്ടൊന്നുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ല, നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് ഒരു ഫണ്ട്. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ ലുക്ക് അറ്റ് ഇറ്റ്. ബിക്കോസ് ഇന്ന് അതിനും ഒരു പ്രത്യേക മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഫെസ്റ്റിവൽസും അതും ഇതൊക്കെ, സമാന്തര സിനിമകൾ. അപ്പം ഡെഫിനറ്റ്ലി അടുത്ത ഉടനെ തന്നെ അത് പ്രതീക്ഷിക്കാം. താങ്കളുടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം നോക്കിയാൽ അറിയാം, ഒരു സംവിധായകരെല്ലാം വ്യത്യസ്തരായിരിക്കും, നവാഗതരെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, തിരക്കഥാകൃത്തുക്കളെല്ലാം പുതിയ ആൾക്കാരായിരിക്കും. എങ്ങനെയാണ് ഈ കഥ തിരഞ്ഞെടുക്കുന്നത്? അതെല്ലാം താങ്കളുടെ ഒരു ശ്രദ്ധ? അല്ല, അത് നമ്മൾ സീനിയേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ ഇടപെടാൻ പാടില്ല. നമ്മളത് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം നമ്മൾ അവരുമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ലിജോയുടെ ഈ പ്രോജക്റ്റ്, ഇപ്പം അങ്കമാലി ഡയറീസ് എന്നുള്ള പ്രോജക്റ്റിൽ ഞാൻ ഒരുപാടൊന്നും ഇടപെട്ടിട്ടില്ല. ലിജോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ബിക്കോസ് ലിജോ നോസ് വാട്ട് ഹി വോണ്ട്സ് ടു ഡു. അപ്പോൾ ലിജോ എന്നെക്കാട്ടിലും ക്രിയേറ്റീവ്ലി സീനിയറാണ്, 5 പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ലിജോയും ചെമ്പനും ജനിച്ചു വളർന്ന സ്ഥലമാണ് അങ്കമാലി ചാലക്കുടി. അവർക്ക് അതിനെ അറിയാവുന്നതിൻ്റെ 10% പോലും ഞാൻ അറിയണമെന്നില്ല. അപ്പം ദിസ് അങ്കമാലി ഡയറീസ് ഇസ് പ്രോബബ്ലി ദ ഒൺലി മൂവി അത് ലിജോയ്ക്കും ചെമ്പനും നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ഒരു പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്കൾക്ക് അതിൽ അല്ല, നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള സിനിമകളെല്ലാം പുതുമുഖ സംവിധായകനും ടെക്നീഷ്യൻസും ആയിരുന്നു. മറ്റുള്ളൊക്കെ അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ നേരെ തിരിച്ച് ആർട്ടിസ്റ്റുകൾ കംപ്ലീറ്റ് ന്യൂയും ടെക്നിക്കൽ സൈഡ് സൂപ്പർ സ്ട്രോങ് ആക്കുകയും ചെയ്തു. ലിജോ, ചെമ്പൻ, ഗിരീഷ് ഗംഗാധരൻ, ഷമീൽ, പ്രശാന്ത് പിള്ളൈ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ടെക്നിക്കൽ ടീമിനെ വെച്ച് കണ്ടന്റ്, അതായത് സ്ക്രിപ്റ്റും അതിൻ്റെ മേക്കിങ്ങും സ്ട്രോങ് ആക്കി പുതുമുകൾ വെച്ചു. അപ്പം ബിക്കോസ് മലയാള സിനിമ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനു മുമ്പും ആനന്ദം എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം കളക്ട് ചെയ്തു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അത്യാവശ്യം കളക്ട് ചെയ്തു. ഇപ്പോൾ ഈ അങ്കമാലി ഡയറീസും കൊണ്ട് അത് പ്രൂവ് ചെയ്യുമ്പോൾ അത്
പുതിയ ആൾക്കാർക്ക് വരുന്ന ഒരു പ്രചോദനമാണ്. കാരണം ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാം എന്തായി കഥയായി സ്ക്രിപ്റ്റായി സാർ ആർട്ടിസ്റ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ഒന്നുകിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിലേക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ട്, പ്രോഡക്റ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഡോണ്ട് വെയിറ്റ് ഫോർ ഹിം. ആർട്ടിസ്റ്റ് ഇസ് ബിസി. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ സ്ട്രീമിലുള്ള 10-12 ആർട്ടിസ്റ്റാണ് ഹീറോയിലുള്ളത്. ഒരാൾക്ക് എത്ര സിനിമ ചെയ്യാൻ പറ്റും? 4 സിനിമ ചെയ്യാൻ പറ്റും ഒരു വർഷത്തിൽ. 4 സിനിമ 10 ആർട്ടിസ്റ്റ് ചെയ്താൽ 40 സിനിമ, 122 സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അപ്പം നിങ്ങളുടെ കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യൂ. ആർട്ടിസ്റ്റിന് അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ അതിൽ നിന്നും ബെസ്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ സെലക്ട് ചെയ്യട്ടെ. അവർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനുവേണ്ടി 2-3 വർഷം വെയിറ്റ് ചെയ്യേണ്ട. യു ഹാവ് ദ ഗട്ട്സ് ഓൺ യുവർ പ്രോഡക്റ്റ്, യു ഹാവ് ദ കോൺഫിഡൻസ് ഓൺ യുവർ പ്രോഡക്റ്റ്, ഡു ഇറ്റ്. അത് തന്നെയാണ് ഞങ്ങളും ചെയ്തിരിക്കുന്നത്. താങ്കളുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിൽ തിരക്കഥകളിലൊക്കെ താങ്കൾ ഇടപെടാറുണ്ടോ? അതിനകത്തുള്ള ഇടപെടാറുണ്ട്. താങ്കൾ വ്യക്തമായി ഇടപെടാറുണ്ട്. നമുക്ക് തിരക്കഥ 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാറുള്ളൂ. താങ്കളൊരു വിജയകരമായ പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു വിജയകരമായ നടനാണെന്ന് കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീന എന്ന സിനിമയിൽ താങ്കളുടെ ശ്രദ്ധിക്കപ്പെട്ട റോളായിരുന്നു. ഇപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട റോളിലാണ് ഈ സിനിമയിലെത്തുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ? ഇതൊരു ജേർണി ആയിരുന്നു. ഇതിൽ താങ്കൾ പ്രൊഡ്യൂസർ അല്ല, ആക്ടിങ് മാത്രമേ ഉള്ളൂ. വ്യാസനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു തിരക്കഥാകൃത്താണ്. വ്യാസൻ ഈ സിനിമയുടെ കഥ എന്നോട് എന്ന് പറയുമ്പോൾ എൻ്റെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുക്സും വായിക്കും. ഹിസ്റ്ററി എനിക്കിഷ്ടമാണ്, ബയോഗ്രഫീസ് ഇഷ്ടമാണ്. പക്ഷേ ഐ എം നോട്ട് എ ഗുഡ് റീഡർ. ഫിക്ഷൻ ഞാൻ ഒരു നോവൽ പോലും എൻ്റെ ജീവിതത്തിൽ തികച്ചിട്ടില്ല. ബിക്കോസ് അത്യാവശ്യം ക്ഷമയില്ല. ഓൺലി ഇൻഫർമേഷൻ, കറണ്ട് അഫെയർസ് അതെല്ലാം അപ് ടു ഡേറ്റ് ആണ്. അപ്പം അത്യാവശ്യം ക്ഷമയില്ലാത്ത ഒരാളാണ്. ഒരു 15 മിനിറ്റൊക്കെ ഒരു ചെയറിൽ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു ബുക്കിൻ്റെ കാര്യം അറിയാലോ. അപ്പോൾ ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്നത് ഒരു റൈറ്ററാണ്. അപ്പോൾ റൈറ്റർ എന്ന് പറഞ്ഞാൽ ബുക്ക് പ്രൈസ് വിന്നിങ് റൈറ്റർ, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ബുക്ക് പ്രൈസ് വിന്നിങ് ആയിട്ടുള്ള റൈറ്ററാണ്. അപ്പം അതിൽ എനിക്ക് കണക്റ്റ് ആവുമോ എന്ന് വ്യാസനോട് ചോദിച്ചു. വ്യാസന് 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം പുള്ളി അതിൽ ഒരു റൈറ്റർ എന്നുള്ള, പുള്ളി ഒരു അത്യാവശ്യം എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി വർഷങ്ങളായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ. ഇല്ല, എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ്. അപ്പം എന്നെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതായത് ഒരിക്കലും ഒരു രീതിയിലും അവർ ഫ്രണ്ട്സ് ആവാൻ യാതൊരു സാധ്യതയില്ല. ബിക്കോസ് അവരുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ, സൊസൈറ്റി ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പം മണികണ്ഠൻ അഭിനയിക്കുന്ന മുരുകൻ എന്ന കഥാപാത്രവും ജോൺ മാത്യു മാത്തൻ എന്ന് പറഞ്ഞ എൻ്റെ കഥാപാത്രവും എല്ലാം അവർ തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ല. അത് ബിഹേവിയർ, മാനറിസംസ്, ലാംഗ്വേജ്, ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പം അതിൻ്റെ കോൺട്രാസ്റ്റാണ് ഈ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ബ്യൂട്ടി. അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവർ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോകുന്നു. അപ്പം ഇയാൾക്ക് ജോൺ മാത്യു മാത്തന് മുരുകൻ പറയുന്നതെല്ലാം അത്ഭുതമാണ്, മുരുകന് ജോൺ മാത്യു മാത്തൻ പറയുന്നതെല്ലാം അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങളിലൂടെ ഗോവയുടെ ബാക്ക്ഡ്രോപ്പിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഇതൊരു ഫീൽ ഗുഡ് എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതോടൊപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ. അപ്പോൾ ആ മാനറിസംസ് ടോട്ടലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാനറിസത്തിന് വേണ്ടിയാണ് വ്യാസൻ എന്നെ കാസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ഉപയോഗിക്കുന്ന വേർഡ്സ്, ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ല, അത് ഞാൻ വ്യാസൻ എനിക്ക് പറഞ്ഞു അതൊരു ബുക്ക് ലാംഗ്വേജ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ സിനിമയുടെ ഒരു ബ്യൂട്ടി അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഓപ്പോസിറ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇക്വേഷൻ അതാണ്. ഇപ്പം ഞാൻ ഒരു ജോണർ പറയുകയാണെങ്കിൽ ബ്രൊമാൻസ് എന്ന് പറയാം, ബ്രദർ റൊമാൻസ് എന്ന് പറയാം. അതായത് നമ്മൾ പ്രേമം കണ്ടിട്ടുണ്ട്, ഫാമിലി റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട്. 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇക്വേഷൻ ആൻഡ് മൂവിങ് ഫോർവേഡ് ഇൻ ലൈഫ്. ഓപ്പോസിറ്റ് അഭിനയിച്ചിരിക്കുന്ന ആൾ ഇപ്പോൾ ഒരു പുരസ്കാര പിന്നെ ഡെഫിനറ്റ്ലി ഈസ് എ ഗ്രേറ്റ് ആക്ടർ. ഞാൻ മണികണ്ഠനെ ആദ്യം കാണുമ്പോൾ, ഞാൻ കമ്മാട്ടിപ്പാടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രാജീവ് ചേട്ടൻ ഒരു ഗുണ്ടയെ തന്നെ ഇട്ടു, അപ്പം ക്യാരക്ടറായി ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ മണികണ്ഠനെ ഇതിൻ്റെ സെറ്റ് വെച്ചാണ് ആദ്യം പരിചയപ്പെടുന്നത്. ഒരു പാവം മനുഷ്യൻ, ഒരു നല്ല സ്നേഹവും വിനയവും നല്ല ബഹുമാനമുള്ള ഒരു പാവം ആൾ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പാവമാണോ ഈ കമ്മാട്ടിപ്പാടത്തിലെ ബാലേട്ടനെ അവതരിപ്പിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഡിസേർവ് സ്റ്റേറ്റ് അവാർഡ്. വിളിച്ചിരുന്നോ അവാർഡ്? ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ആദ്യം വിളിച്ചതിൽ ഒരാൾ ഞാൻ തന്നെയാണ്. ഞങ്ങൾ കണ്ടിരുന്നു. വളരെ നല്ല മനുഷ്യനാണ്. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? ഈസ് എ ഗ്രേറ്റ് ആക്ടർ. ഞങ്ങൾ തമ്മിൽ അങ്ങ് സിങ്കായി. പിന്നെ ഞങ്ങൾ അധികം അഭിനയിച്ചിട്ടൊന്നുമില്ല. 3-ാമത്തെ ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊക്കെ പോയിട്ടേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതും പലതും അത്ഭുതമാണ്. മണികണ്ഠൻ ഞാൻ എന്ന വ്യക്തി പറയുന്നത് അത്ഭുതമാണ്. അതായത് സിനിമ തന്നെയായിരുന്നു ഡെഫിനറ്റ്ലി. ബിക്കോസ് അയാൾ ജീവിച്ചിട്ടുള്ള രീതികളിലല്ല ഞാൻ ലൈഫ് തുടങ്ങിയിട്ടുള്ളത്. ഐ വാസ് എ കോർപ്പറേറ്റ്, പുള്ളി വേറെ ജോലികളിലായിരുന്നു. അപ്പോൾ ഈ രണ്ടും
ഞങ്ങൾക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലേണിംഗ് കൂടെ ആയിരുന്നു ഇത്. അയാൾ ജീവിച്ചിരിപ്പുണ്ട്, ആ പേരിൽ തന്നെ ഒരു അയാളുണ്ട്. ആരാണ് ഇതിൽ? അതാരാണെന്ന് സിനിമ കാണണം. അതാണ് അതിൻ്റെ എന്തായാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ ഈ സിനിമയുടെ സംഗീത വിഭാഗം എങ്ങനെയാണ്? ഔസേപ്പച്ചൻ സാറാണ് മ്യൂസിക്. വളരെ നല്ല, ഇപ്പം നമ്മൾ ട്രെയിലർ കേട്ട പാട്ട് അദ്ദേഹം ചെയ്തതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ക്യാമറ ഹരിനായർ സാറാണ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ ഗോവയെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗോവ ചിത്രീകരിച്ചത്. ഇതിൻ്റെ ക്യാമറ ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്, മ്യൂസിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു വർത്ത് എ വാച്ചാണ്. ഒരു 2 മണിക്കൂർ നമ്മൾ ഗോവയിൽ ഒരു ട്രിപ്പിന് പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു. ഈ ചിത്രത്തിൽ താങ്കൾ അഭിനയിക്കുക മാത്രമേ ഉള്ളൂ, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഈ വ്യാസൻ താങ്കളുടെ സുഹൃത്തുമാണ്. അദ്ദേഹം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി താങ്കൾ സമീപിച്ചിരുന്നു? ഇല്ല, ഇത് നേരത്തെ ഒരു പാക്കേജായിട്ട് അഭിനയിക്കാൻ വേണ്ടി മാത്രം എൻ്റെ അടുത്ത് വന്നതാണ്. ഓൾറെഡി ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ ആദ്യം ആയതാണ്. അതൊക്കെ വ്യാസൻസ് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവർ ആദ്യം ഫിക്സ് ചെയ്തിട്ട് ബാക്ക്വേർഡ്സാണ് സ്റ്റോറിയൊക്കെ ചെയ്തത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷനാണോ അഭിനയമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു? അല്ല, രണ്ടിൻ്റെ രീതി ഇഷ്ടമാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഈസി ആയിട്ട് വഴങ്ങുന്നതാണ്. കാരണം ഒരു ബിസിനസ്, ബിക്കോസ് ഐ ബീൻ ഇൻ സ്മോൾ സ്ക്രീൻ ആണെങ്കിലും പ്രൊഡക്ഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ബിഗ് സ്ക്രീനിലോട്ട് മാറി എന്നേ ഉള്ളൂ. അപ്പം അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു പാഷനാണ്. ഐ ലവ് ആക്ടിങ്. സോ ഞാൻ ഇനി ആക്ടിങ്ങിൽ ഒരുപാട് പഠിക്കാനുണ്ട്. സോ ഐ എം ലേണിംഗ് ഫ്രം ഇപ്പം VKPയുടെ നിന്ന് ഒരുപാട് പഠിച്ചു, ലാൽ ജോസ് സാറിൻ്റെ നിന്ന് പഠിച്ചു, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആസ് എൻ ആക്ടർ യു വിൽ ബി എ ലൈഫ് ലോങ് ലേണർ. അപ്പം പഠിച്ച് എന്നാണ് നല്ലൊരു മെച്ചുവേർഡ് ആക്ടർ ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു സംവിധായകനാകുക എന്നുള്ളൊരു ചിലപ്പോൾ ആയെന്നിരിക്കും. അത് ആഗ്രഹമുള്ളതാണ്. പക്ഷേ സമയം വേണം, ക്ഷമ വേണം. അതാണ് ഏറ്റവും ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ്. സോ ഐ ലവ് ടു ഡു ദാറ്റ്. ബട്ട് അതിനൊരു കുറച്ചും കൂടെ വർഷങ്ങൾ. ഈ സിനിമയുടെ സംവിധായകൻ വ്യാസൻ പ്രൊഡ്യൂസറും തിരക്കഥാകൃത്തുമായിരുന്നു. ഇപ്പോൾ സംവിധാനത്തിലേക്ക് വന്നു. താങ്കൾ പ്രൊഡ്യൂസറും ആക്ടറുമാണ്. ഇനി താങ്കളും ഒരു തിരക്കഥാകൃത്തോ സംവിധായകനോ ഒക്കെ? കഥകളൊക്കെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കഥ എഴുതും. തിരക്കഥയ്ക്കൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് കഥ എന്തായാലും എഴുതും. സംവിധാനം അറിയില്ല, ബട്ട് ചെയ്യാതിരിക്കുന്നും വരില്ല, ചിലപ്പോൾ ശരിയാക്കും. ഈ സിനിമ കാണാൻ എന്ത് കാരണം കൊണ്ട് കാണണം? എന്താണ് പ്രേക്ഷകർ? എക്സാക്ട്ലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോവുക, അവിടെ 2 മനുഷ്യരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുക. ഇറ്റ്സ് എ ഫീൽ ഗുഡ് എൻ്റർടൈനർ. ഡെഫിനറ്റ്ലി ഇതൊരു നിങ്ങൾക്കൊരു റിഫ്രഷിങ് ഫീലിംഗ് ആയിരിക്കും. ഇറ്റ് വിൽ നോട്ട് ബി എ ബാഡ് മൂവി, ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഇറങ്ങുന്ന ഈ ചിത്രവും വൻ വിജയമാകട്ടെ. വിജയമാകട്ടെ. അങ്കമാലി ഡയറീസ് കാണാത്തവർ അങ്കമാലി ഡയറീസ് കാണുക. അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും കാണുക. എല്ലാ ഭാവങ്ങളും അയാൾ ജീവിച്ചിരിപ്പുണ്ടും വൻ ഹിറ്റാവട്ടെ. ഇത് മെഗാ ഹിറ്റിലേക്ക് പോട്ടെ അങ്കമാലി ഡയറീസ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പങ്കെടുത്തതിന് നന്ദി.